ക്യാൻസർ എന്നുള്ള രോഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഭീതിയാണ്. നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ ആരെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ വിഷമം, അവർ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ എന്നുള്ള രോഗവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ രോഗികൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും പല അജ്ഞതകളുണ്ട് രോഗികൾക്ക്. ഈ രോഗം നേരത്തെ തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. പലപ്പോഴും നേരത്തെ ഇത് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ തന്നെ പല ക്യാൻസറുകളും ഏർലി കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത് ചികിത്സിക്കാനും പലപ്പോഴും അത് അവരെ ചികിത്സിക്കാനും അത് പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കുന്ന ക്യാൻസറുകളുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രോഗി വന്നത്, അവർ കാലിലൊരു മുറിവാണെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര നാളായി താങ്കൾ മുറിവ് തുടങ്ങിയിട്ട്? അപ്പോൾ പറഞ്ഞു, ഏകദേശം ഒരു 8 മാസത്തോളമായി കാലിലെ മുറിവുകൾ. അപ്പോൾ ഒരു വ്രണം പോലെ കാലിൻ്റെ അടിയിലുണ്ട്, ഒരു കറുത്ത കളറിൽ വ്രണം പോലെ ഇങ്ങനെ വലുതായി ഒരു അൾസറേറ്റഡ് ആയിട്ട്. അപ്പം മരുന്ന് കഴിച്ചു നോക്കി, 1-2 ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ ചിലപ്പം മരുന്ന് കഴിക്കുമ്പോൾ മുറിക്ക് ചെറിയൊരു ഉണക്കമൊക്കെ ഉണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ രോഗി എത്തിയത്. അവസാനം ആ രോഗിയെ ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റിലേക്കൊക്കെ പറഞ്ഞയച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്കിൻ ക്യാൻസർ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അത് കണ്ടെത്തിയപ്പോഴേക്ക് തന്നെ പലപ്പോഴും അത് കുറച്ചും കൂടി മൂർച്ഛിച്ച അവസ്ഥയിലേക്ക്, കുറച്ചും കൂടി ഡീപ്പർ ടിഷ്യൂസിലേക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വന്നിരുന്നു എന്നുള്ളതും, ആ രോഗി പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നുള്ളതും പിന്നെ അതിന് ശേഷം ഉണ്ടായൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട്, പലപ്പോഴും രോഗം തിരിച്ചറിയാതെ പോകുന്നു, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്, കാണുന്നതെല്ലാം ക്യാൻസറാണെന്ന് വിചാരിക്കുന്ന ആളുകൾ. എനിക്ക് അതെ, ഒരു ആങ്സൈറ്റി പ്രശ്നമായിട്ട് ഇപ്പോൾ എനിക്ക് ചെറിയൊരു മുറിവുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു മുഴയുണ്ട്, ഒരു തടിപ്പുണ്ട്, ഡോക്ടറെ അത് ക്യാൻസറാണോ? ഇത് നമ്മൾ എത്ര ക്യാൻസർ അല്ലാത്ത മുഴകളാണെങ്കിലും നമ്മൾ കണ്ടെത്തിയിട്ട് ഇത് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞാൽ പോലും അവരത് വിശ്വസിക്കില്ല. പിന്നെ അടുത്ത ഡോക്ടറെ അടുത്ത് പോകുന്നു, ബാക്കി എല്ലാ ടെസ്റ്റുകളും നടത്തുന്നു. അങ്ങനെ 2 തരം ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഫാലിഹ. നമ്മളിപ്പോൾ സംസാരിച്ചത് സ്കിൻ ക്യാൻസറിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആ ഒരു ക്യാൻസർ നമുക്ക് ഏർലി അത് ഡയഗ്നോസ് ചെയ്താൽ മാറ്റാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അതല്ല, അതൊരു ക്യാൻസർ ആണെന്ന് നമ്മൾ സംശയിക്കേണ്ടത് ഏതൊരു സാഹചര്യത്തിലാണ്? നമ്മൾ രോഗികൾ തന്നെ പലപ്പോഴും നമുക്ക് ഈ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ട് നമുക്കിത് അതാണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് സംശയിക്കാനുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ABCDE റൂൾ എന്ന് പറയും. സ്കിൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അസിമെട്രി, അതിൻ്റെ ഈ നമുക്കൊരു മുറിവുകൾ ഉണ്ടാവുന്നു, നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുകൾ കുറച്ച് നാൾ നമ്മുടെ ശരീരത്തിൽ നീണ്ടു നിൽക്കുന്നു. ആ അൾസറുകൾ അസിമെട്രിക്കലായിട്ടും അതിൻ്റെ ബോർഡറുകളൊക്കെ ഇറഗുലറായി പാറ്റേൺ ആയിരിക്കും. പിന്നീട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ B എന്ന് പറഞ്ഞാൽ ബോർഡേഴ്സൊക്കെ ഒരു ഡിസ്റ്റോർട്ടഡ് ഷേപ്പിലായിരിക്കും, ഷേപ്പൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. പിന്നെ C എന്ന് പറഞ്ഞാൽ കളറ്, അതിൻ്റെ കളറ് ചിലപ്പം ഒരു ബ്ലൂ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് പല കളറുകൾ തോന്നിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പോൾ മാലിഗ്നൻ മെലനോമ പോലത്തെ സ്കിൻ ക്യാൻസറുകളിലൊക്കെ പല കളറുകളായിട്ട് കാണാം. പിന്നെ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, നമ്മൾ അതിൻ്റെ വീതിയും നീളമൊക്കെ നോക്കുമ്പോൾ അത് സാധാരണ നമ്മൾ ഈ പെൻസിലിൻ്റെ പുറത്തുള്ള റബ്ബർ ഉണ്ടാവുമല്ലോ, അത് നമുക്കറിയാം, അതിനൊരു വലിപ്പം അറിയാം. അപ്പോൾ നമുക്കൊരു മോളുണ്ടാകും, നമ്മുടെ ശരീരത്തിലൊരു കറുത്ത പുള്ളി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കറുത്ത പാടുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു അൾസർ ഉണ്ടാകുന്നു, ഒരു മുറിവുണ്ടാകുന്നു. ഇത് വലുപ്പം വളർന്ന് വരുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ കാട്ടിയിലും കുറച്ച് വലുപ്പത്തിൽ വളർന്നു വരുന്നത്, ഡയമീറ്റർ കൂടി വരുന്നു. ഇതാണ് D എന്ന് പറയുന്നത്. ഇനി E എന്ന് പറഞ്ഞാൽ ഇവോൾവ്, അത് കൂടുതലായിട്ട് വലുതായി വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളുള്ള ഒരു സ്കിന്നിലുണ്ടാകുന്ന കളർ ചേഞ്ചസ്, സ്കിന്നിലുണ്ടാകുന്ന ചില അരിമ്പാറകളുടെ വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചില മുറിവുകൾ ഉണങ്ങാത്ത അവസ്ഥ, ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു സ്കിൻ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പം അങ്ങനെ സംശയിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് എന്താണെന്ന് ചെയ്യുക. എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മളപ്പോൾ അതിൽ നമുക്ക് മിക്കവാറും അധികം സ്കിൻ ബയോപ്സി പോലത്തെ ടെസ്റ്റുകളായിരിക്കും ചെയ്യാനുള്ളത്. അതൊരു സ്കിൻ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി തന്നെ അത്തരം കാര്യങ്ങൾ, ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനോട് കൂടിയൊക്കെ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ സ്കിൻ ക്യാൻസർ ആയിരിക്കില്ല, മറ്റു പല സ്കിൻ കണ്ടീഷൻസും ഉണ്ടാവാം. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും അതിന് വേണ്ട കൃത്യമായിട്ടുള്ള ചികിത്സ ആ സമയത്ത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്
ഏത് ക്യാൻസറുകളിലും ഏറ്റവും അഭികാമ്യമായിട്ട് നമുക്ക് ശ്രോതാക്കളോടോ നമ്മുടെ പേഷ്യൻസിനോടൊക്കെ നമുക്ക് പറയാനുള്ളത്. സ്കിൻ ക്യാൻസർ പറഞ്ഞ പോലെ തന്നെ വായിൽ വരുന്ന മുറിവുകളുണ്ടല്ലോ, അപ്പോൾ അത് ചിലപ്പോൾ പുണ്ണ് പോലെ ആയിരിക്കും ആൾക്കാരത് കാണും. അപ്പോൾ അത് പുണ്ണാണോ അതല്ല ക്യാൻസർ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് അത് തിരിച്ചറിയാം? അതെ, അത് പല ആളുകളുടെ ഒരു സംശയമാണ്. ഇപ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ പുണ്ണുകളുണ്ടാവും, അല്ലെങ്കിൽ ഈ പുണ്ണുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഓറൽ ല്യൂക്കോപ്ലക്കിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കട്ടിപ്പായിട്ട് ഉണങ്ങാത്ത മുറിവുകൾ. ഇപ്പോൾ നമ്മൾ ചില പുണ്ണുകളാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ക്യാൻസർ ആയേക്കാം. അപ്പോൾ അത് ഉണങ്ങാത്ത മുറിവുകളും കാലങ്ങളോളം നീണ്ടുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു വൈറ്റമിൻ ബി കോംപ്ലക്സ് മരുന്നുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുന്നത് മൂലം ചിലപ്പോൾ ഡെഫിഷ്യൻസി കൊണ്ട് വരാം, ആഫ്റ്റർ സൾസേഴ്സ് വരാം. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടുവരാം. ചിലപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ അലർജി കൊണ്ട് പോലും ചിലപ്പോൾ ചില ആളുകളുടെ മൗത്ത് അൾസേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണത്തിൻ്റെ അസിഡിക് ഫുഡുകളുടെ കാരണം കൊണ്ടുവരാം. പിന്നെ ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിലേക്ക് ഗ്യാസ് തികട്ടി വന്ന് തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടി നിൽക്കുന്ന പോലത്തെ രോഗാവസ്ഥയാണ് ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, GERD എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ആ അവസ്ഥയിലൊക്കെ കൂടുതൽ അസിഡിറ്റി മുകളിലേക്ക് സ്പ്ലർട്ട് ചെയ്ത് വന്നിട്ടൊക്കെ പുണ്ണുകൾ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും പുണ്ണാണോ അതോ മറ്റു വല്ല പ്രശ്നങ്ങളാണോ ക്യാൻസറസ് ആണോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ബയോപ്സി ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്മോക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ കൂളിപ്പ് ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളാണ്, മറ്റു പാൻപരാഗുകൾ നമ്മുടെ ചുണ്ടിൻ്റെ അടിയിൽ തിരികുന്ന പല സാധനങ്ങളുണ്ട്, ചൈനി കൊയിനി എന്നൊക്കെ പറഞ്ഞിട്ടില്ല പല സാധനങ്ങളും ഇന്ന് ആളുകൾ ലഹരിക്കായിട്ടോ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. ചിലപ്പം ഒരു ഓറൽ ല്യൂക്കോപ്ലസ് തുടക്കത്തിലുള്ള സ്റ്റേജൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെഡിസിനിലല്ല നമുക്ക് റിട്ടേൺ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. ഈ സംഗതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ലൈഫ് സ്റ്റൈലിൽ അവർ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുക, അവർ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻ എടുത്താൽ ചിലപ്പോൾ അതിൽ നിന്ന് റിട്ടേൺ മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ നാവ് മുറിച്ച് കളയേണ്ട അവസ്ഥ വരാം, ചിലപ്പോൾ കീമോയോ റേഡിയേഷൻ പോലത്തെ ചികിത്സാ രീതിയിലേക്ക് പോകേണ്ടി വരാം. അത് അവരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് വരാം. നാവിലൊക്കെ ചിലപ്പോൾ പുഴുക്കളരിക്കുന്ന രീതിയിൽ പോലും അത്രയും മോശമായ അവസ്ഥയിലേക്ക് പല രോഗികൾ എത്താറുണ്ട്. അപ്പോൾ ഈ രോഗത്തിൻ്റെ കാഠിന്യം അറിയാതെയാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ഇത്തരം ലഹരിയിലേക്ക് എത്തുന്നത്. സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂളിപ്പൊക്കെ ഒന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തണമെന്ന് പല ആളുകൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ നിർത്താൻ പറ്റുന്നില്ല. അവരതിന് അടിമപ്പെട്ട് പണ്ടൊക്കെ പല മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഇതൊക്കെ പലപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് യുവാക്കളിലും കുട്ടികളിലും സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിലൊക്കെ ഇത് അവർ വളരെ ലാഘവത്തോടു കൂടി ഇതുകൊണ്ടൊരു ഹെൽത്ത് ഹസാർഡും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് അവർക്ക് മാത്രമല്ല അവരുടെ ഫാമിലിക്ക്, അവരുടെ പാർട്ട്നേഴ്സിനൊക്കെ ഇതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഇത് ഉപയോഗിക്കുന്ന മൂലം വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരം മാരകമായിട്ടുള്ള ക്യാൻസറുകൾ, മൗത്ത് അൾസർ പോലെയുള്ള ക്യാൻസറുകളും അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ മറ്റു ട്യൂമേഴ്സ് നോക്കുകയാണെങ്കിൽ ചിലപ്പം തലയിലൊക്കെ ഹെഡിൽ വരുന്ന ട്യൂമേഴ്സ് ആണെങ്കിൽ പലപ്പോഴും അവരുടെ സിംറ്റം തലവേദന മാത്രമായിരിക്കാം. അപ്പോൾ ഇതൊരു സാധാരണ തലവേദനയാണോ അതോ ഒരു ക്യാൻസറസ് ഹെഡേക്ക് ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാം? അതിൽ നമുക്ക് എന്താ വെച്ചാൽ പലപ്പോഴും മൈഗ്രെയിനസ് ഹെഡേക്ക്, അതുപോലെ സൈനസൈറ്റിസിൻ്റെ ഹെഡേക്ക്. ഈ സൈനസൈറ്റിസിൻ്റെ ഹെഡേക്കൊക്കെ നമുക്ക് ഈ മൂക്കിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ശക്തമായിട്ടുള്ള വേദന, കുമ്പിടുമ്പോഴൊക്കെ ഭയങ്കര കനം പോലത്തെ, അതുപോലെ സ്ഥിരമായിട്ട് അലർജി, ജലദോഷമൊക്കെ വിട്ടുമാറാത്ത അവസ്ഥ, ഇതൊക്കെ സൈനസൈറ്റിസിൻ്റെതാവാം. പിന്നെ ചിലപ്പോൾ മൈഗ്രെയിൻ്റെ ഹെഡേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ വയ്യ, ലൈറ്റ് കാണാൻ വയ്യ, അതുപോലെ പീരിയോഡിക്കലായിട്ട് റിപ്പീറ്റേഷൻ വരും. ഒരു സൺ ഹീറ്റ്, നമുക്ക് വെയിൽ കൊള്ളുമ്പോഴേക്ക് അവർക്ക് ശക്തമായിട്ടുള്ള തലവേദന വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ് വരുമ്പോഴേക്ക് പെട്ടെന്ന് അവർക്ക് തലവേദന വരാം. ചിലപ്പോൾ ഒരു സ്പ്രേൻ്റെ സ്മെല്ലായിരിക്കും അവർക്ക് തലവേദന ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ അവർക്ക് അതൊരു അഗ്രവേറ്റീവ് ഫാക്ടേഴ്സായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങളോടൊപ്പം തന്നെ വിട്ടുമാറാതിരിക്കുന്ന തലവേദന, പിന്നെ നമുക്ക് എന്താ പറയുക, മറ്റു മരുന്നുകൾ ഉപയോഗിച്ചാൽ പോലും അതിനൊരു ശാശ്വത വല്ലാത്ത അവസ്ഥ. ഇപ്പോൾ സാധാരണ മൈഗ്രെയിൻ ഹെഡേക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റാലൊക്കെ ചിലപ്പോൾ അവരുടെ തലവേദന കുറയാം, അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിച്ചാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ അവർക്ക് കുറയാം. പക്ഷേ ഈ മറ്റേ ക്യാൻസറസൊക്കെ ആണെങ്കിൽ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഒരു മാറ്റം കാണാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഒരു CT സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുകയാണ്. ചിലപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വെയിറ്റ് ലോസ് ഉണ്ടോ എന്നുള്ളത്. അതെ, അതിൽ ഇപ്പോൾ ഈ ക്യാൻസറസിന് നമ്മൾ ശരിക്കും 10 ലക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലക്ഷണമാണ് ഭാരം കുറയുക എന്നുള്ളത്. ഈ ക്യാൻസർ കോശങ്ങൾ വളരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വേണ്ട നോർമൽ കോശങ്ങളിൽ നിന്ന് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ക്യാൻസർ കോശങ്ങൾ വളരുമ്പോൾ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് വീക്കാവും.
ഒരു ശരീരത്തിന് തന്നെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം, അതുപോലെ വെയിറ്റ് കുറയുന്ന അവസ്ഥ, ബ്ലഡ് കുറയുന്ന അവസ്ഥ, അനീമിക് ആവുന്ന അവസ്ഥ, HB ഒക്കെ കുറയുന്ന അവസ്ഥ, ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുബന്ധമായിട്ട് ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇനി എല്ലാ തലവേദനയും ക്യാൻസറാണെന്ന് വിചാരിച്ചിട്ട് ഓടേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ഇപ്പോഴൊക്കെ ഇത് സ്വയം ചികിത്സയാണ് പല ആളുകളും ചെയ്യുന്നത്. ഈ സ്വയം ചികിത്സ ഒഴിവാക്കിയിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെടുത്ത് ഒരു അഭിപ്രായം ചോദിക്കുകയും ഈ ലക്ഷണങ്ങളെല്ലാം അവരുടെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ഡോക്ടർ ധരിപ്പിക്കുക എന്നുള്ളത് രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല രോഗികളും പലതും വിഴുങ്ങും, അവരുടെ സിംറ്റംസ് ഒന്നും അവർ പറയില്ല. തലവേദന ചോദിച്ചാൽ എപ്പോഴാണ്, എന്താണ്, അതിനൊരു വരുന്ന സമയം ഉണ്ടാകും, അത് കൂടുന്ന സമയം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പല സാഹചര്യങ്ങളുണ്ടാവും, പിന്നെ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പലപ്പോഴും അതൊന്നും ഷെയർ ചെയ്യില്ല. ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് അവിടെ തീർച്ചയായും എപ്പോഴും ഒരു രോഗം ഉണ്ടെങ്കിൽ നമ്മുടെ കൃത്യമായിട്ട് ഇപ്പോൾ ഹോമിയോപ്പതിയിൽ തന്നെ ഉള്ള ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻസിന് വളരെ കൃത്യമായിട്ട് ഡാറ്റ എടുക്കുന്നത് മൂലം പല അവരെ മിസ് ചെയ്ത സിംറ്റംസും അവർ ഡോക്ടറേറ്റിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് മൂലം അവർ ഷെയർ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ഡാറ്റ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് പറയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരൊരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ലക്ഷണങ്ങൾ പറയും. ചിലപ്പോൾ ഡോക്ടർ തിരക്കായിരിക്കും, അപ്പോൾ തിരക്കാണെങ്കിൽ പോലും അവർക്ക് പറയാനുള്ളത് അവർ ഡോക്ടറെ അടുത്ത് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യുക. ചിലപ്പം ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 വിസിറ്റൊക്കെ കഴിഞ്ഞിട്ടേക്കാരം ഈ രോഗി അവരുടെ പ്രശ്നങ്ങൾ ഈ ഡോക്ടറോട് ഷെയർ ചെയ്യപ്പെടുന്നത്. പല രോഗികളും അവർക്ക് ചോദിച്ച് അല്ലെങ്കിൽ ഡോക്ടർ അങ്ങോട്ട് കുത്തി ചോദിക്കുമ്പോഴാണ് അവരുടെ സിംറ്റംസ് അവർ പുറത്തേക്ക് പറയുന്നത്. അപ്പോൾ അത് രോഗികൾ ശ്രദ്ധിക്കേണ്ടത് ആ കൃത്യമായിട്ട് അവരുടെ വിവരങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കുക, അപ്പോൾ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പല രീതിയിലുള്ള ക്യാൻസേഴ്സ് പറഞ്ഞു. അപ്പോൾ ഈ ക്യാൻസറിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ആൾക്കാർക്ക്. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓവൻ, മൈക്രോവേവ് ഓവൻ, അതുപോലെയുള്ള നമ്മുടെ എയർ ഫ്രയർ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് ക്യാൻസറിന് കാരണമാവുന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാണോ? അതിലെന്താ വെച്ചാൽ നമ്മൾ ഡീപ്പ് ഫ്രൈയിങ് ആണ് അതിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ അല്ല എയർ ഫ്രയർ ഒന്നും ഉപയോഗിച്ചിട്ട് ക്യാൻസർ വരുന്നുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓയിൽ വീണ്ടും ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ കിച്ചണിൽ തന്നെ ശരിക്കും ഇപ്പോൾ ക്യാൻസർ പ്രിവെൻഷൻ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ കിച്ചണിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മൾ നല്ല ഹീറ്റ് ചെയ്തിട്ട് ചോറും ഇതൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അത്തരം പ്ലാസ്റ്റിക്കുകൾ കോൺസ്റ്റൻറ്റ് യൂസ്, എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടോ അല്ല, ഇത് സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ മേ ബി അതൊരു ക്യാൻസറസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കിച്ചൺ കട്ടിംഗ് ബോർഡുകൾ, ഈ പ്ലാസ്റ്റിക്കുകളാണ് അധിക കിച്ചൺ ബോർഡുകളുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതും പ്രശ്നങ്ങളുണ്ടാവും. മൈക്രോപ്ലാസ്റ്റിക്സ് വരും. അതെ. പിന്നെ നമ്മളെന്താ നല്ല തിളച്ച ചിക്കനിലും തിളച്ച ബീഫൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ തവി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കോരുന്നത്. അതും ഈ ഹീറ്റ് ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ടെഫ്ലോൺ കോട്ടിങ്ങുള്ള പാത്രങ്ങൾ, നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ പല വീട്ടിൽ ചെന്ന് നമുക്ക് കാണാം ഇളകി പറഞ്ഞ് പോരാറായിട്ടുണ്ടാവും. പക്ഷേ സ്ത്രീകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ഒഴിവാക്കാൻ അവർക്ക് തോന്നില്ല, അവർ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് ഗുണത്തേക്കാളേറെ ദോഷം. ശരിക്കും ടെഫ്ലോൺ തന്നെ നമ്മൾ അധികം കോൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. അതെ, അത് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിച്ചാൽ ക്യാൻസർ വരുമോ? അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ കോട്ടിങ്ങിൽ ഇളക്കമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് സോഫാർ അത് സേഫാണ്. അതെ, അതെങ്കിലും അത് ഹൈ ഹീറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതും നല്ല ഡീപ്പ് ഫ്രൈയിങ്ങിലേക്കും ഹൈ ഹീറ്റായിട്ട് കുറേ ഇപ്പം നമ്മൾ ഈ രാവിലെയൊക്കെ അപ്പം ചൂടാൻ അല്ലെങ്കിൽ പത്തിരി ചൂടാനൊക്കെ കുറേ സമയം ഇത് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ അത്രയും ഹീറ്റ് നമ്മൾ പെട്ടെന്നല്ലേ ലോ ഫ്ലെയിമിലോ ഒന്ന് കുറച്ച് സമയം ഉപയോഗിച്ച പ്രശ്നം. പക്ഷേ ഹൈ ഫ്ലെയിമിലേക്ക് ഇത് പോകുമ്പോൾ അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കിച്ചണിൽ തന്നെ തുടക്കത്തിലല്ലേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മൾ പറഞ്ഞു എയർ ഫ്രയറിൻ്റെ ഇതുവരെയുള്ള സ്റ്റഡീസിൽ എയർ ഫ്രയറും ഓവനും കമ്പാരിറ്റീവ്ലി സേഫ് ആണെന്നാണ്, ആ റേഡിയേഷൻസ് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അല്ലെ, ഇനി മറ്റു യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ, ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു, പ്ലാസ്റ്റിക്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുള്ളൂ, കുക്ക് ചെയ്യില്ല. ഇനി കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഹാംഫുൾ എഫക്ട്സ്? അതിലിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ പഞ്ചസാര, അതുപോലെ ഉപ്പ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നത് എന്താണ്, പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ്. അതും കുറേ കാലങ്ങളോളം അതിലിട്ട് വെക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ
അലുമിനിയം പാത്രങ്ങളിൽ നമ്മൾ ഈ അസിഡിക് ആയിട്ടുള്ള ഫുഡുകൾ, ഇപ്പോൾ ലീച്ചിങ് എന്ന് പറയും, ഈ നമ്മുടെ ആസിഡിക് ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ അല്ലെങ്കിൽ നമ്മുടെ സിട്രസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തൈര് ഒഴിച്ചിട്ടുള്ള കറികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള അലുമിനിയം ഇതിലേക്ക് വരാനും അതുപോലെ തന്നെ ഇത് ക്യാൻസറസ് ആവാം എന്നുള്ള പല കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അൽഷിമേഴ്സിന് ഇത് കാരണമാവുന്നൊക്കെയുള്ള പല പഠനങ്ങൾ, പക്ഷേ അത് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. അത് ഏതോ ഒരു അൽഷിമേഴ്സ് രോഗിയുടെ തലച്ചോറ് ബയോപ്സി ചെയ്തപ്പോൾ ഓട്ടോപ്സി ചെയ്ത സമയത്ത് അല്ലെങ്കിൽ മരണാനന്തരം അവരുടേത് ഓട്ടോപ്സി ചെയ്ത സമയത്ത് അതിൽ അലുമിനിയം പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഒരു ഇതൊക്കെ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അത്ര ഒരു റെലവൻ്റ് ആയിട്ട് അൽഷിമേഴ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുത്, അൽഷിമേഴ്സ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ടാഗ് ലൈനിലൊക്കെ ചില ഇതൊക്കെ നമ്മൾ ന്യൂസുകളും അല്ലെങ്കിൽ ചില വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം അത്തരം ഒരു ബയസിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് വസ്തുക്കളാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൺട്രോൾ ഇല്ലാതെ ഒരു റെസ്ട്രിക്റ്റഡ് അല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നങ്ങളാവുക. ഇതെല്ലാം മനുഷ്യന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ, പക്ഷേ റെസ്ട്രിക്ഷൻ ഇല്ലാതെ അമിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇതിലെ ഹെൽത്ത് ഹസാർഡ്സ് അറിയാതെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് വെള്ളം നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്കിപ്പോൾ യാത്രയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ സ്റ്റീൽ ബോട്ടിൽസ് ഉപയോഗിച്ചാലും അവിടെ ഒരുപാട് ലീക്കിങ്ങും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എപ്പോഴും എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയിലൊക്കെ നമ്മൾ വണ്ടി ചൂടത്ത് വെച്ച ഒരു അവസ്ഥ ആകുമ്പം അവിടെ ഈ ബോട്ടിൽ ഹീറ്റ് ആവും. നമ്മളതുമല്ല, ഈ വെള്ളം ചിലപ്പോൾ മാസങ്ങളോളം വണ്ടിയിലിരിക്കും, എന്നിട്ട് അത് ഹീറ്റായിട്ടാണ് പിന്നെ ചിലപ്പം അതിൽ തന്നെ വീണ്ടും റീയൂസ് ചെയ്യും. ഒരിക്കലും റീയൂസ് ചെയ്യരുതെന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ സിംഗിൾ ടൈം യൂസ് ചെയ്യുന്ന സിംഗിൾ ടൈം തന്നെ ഉപയോഗിച്ച് ഒഴിവാക്കുന്നുള്ളത് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ നമുക്കൊരു മടിയാണ്. അല്ലെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഒരു പോക്കറ്റിൽ ഇപ്പം ഞാൻ എൻ്റെ വോയിസ് കേൾക്കുന്ന നമ്മുടെ ആളുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവരുടെ പോക്കറ്റ് പേഴ്സ് അവരൊന്ന് തുറന്നു നോക്കുക. അവരെന്നോ കാലത്ത് ഒരു 2 കൊല്ലം മുന്നേ യാത്ര ചെയ്ത് KSRTCയുടെ ടിക്കറ്റ് പോലും അവരുടെ പേഴ്സിലുണ്ടാകും. അതുപോലും ഒഴിവാക്കാനും മലയാളികൾക്ക് മടിയാണ്. അപ്പോൾ അത് ഒരു യഥാർത്ഥമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ. നമുക്ക് ഒഴിവാക്കേണ്ട സാധനങ്ങൾ നമ്മൾ ആ സമയത്ത് ഒഴിവാക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ട് കളയാനുള്ളൊരു മടി കൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നം നമ്മൾ വിളിച്ചു വരുത്തുകയാണ് എന്നുള്ളത് പല ആളുകളും അറിയാറില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പാത്രങ്ങളുടെ കാര്യം പറയും. ഇനി ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു സാധാരണ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വരില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുന്നതാണ്. പിന്നെ അൽഫാം, അതുപോലെയുള്ള ഷവായ പോലെയുള്ള അങ്ങനെ ചുട്ട ഭക്ഷണങ്ങളുണ്ടല്ലോ, ഹൈ ഹീറ്റിൽ ചാർക്കോൾ ഫ്ലെയിമൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചുട്ട് വരുന്ന സാധനങ്ങൾ കഴിച്ചാൽ ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ? ഇതിലെന്താ വെച്ചാൽ നമ്മൾ ഇതിലുണ്ടാവുന്ന കാർബൺസ്, ഇപ്പോൾ ഇതിലൊരു ബ്ലാക്ക് ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ ചുടുമ്പോൾ അത് നന്നായിട്ട് കരിഞ്ഞ, പല ആളുകളുടെയും നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റ് കരിഞ്ഞതും പൊരിച്ചതും ഞെരിച്ചതൊക്കെയാണ് നമ്മുടെയൊക്കെ ഇഷ്ടം കഴിക്കാൻ. അപ്പോൾ ഈ കരിഞ്ഞത് കരിയും തോറും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാർബൈഡ്സൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അത് നമ്മുടെ സെല്ലുകളുടെ ചില സന്തുലിതാവസ്ഥയെ DNA ഒക്കെ ചെറിയ മാറ്റം വരുത്തി അത് ചിലപ്പം ക്യാൻസർ കോശങ്ങളായിട്ട് വളരും. ചിലപ്പം എല്ലാ ആളുകൾക്കൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ടെൻഡൻസി ഉണ്ടാവും, ക്യാൻസറസ് ആയിട്ടുള്ള പാരമ്പര്യ ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിൽ സാധാരണ രോഗികൾ ചോദിക്കുന്നതാണ്, അയാൾ ഇന്നതൊക്കെ കഴിക്കാറുണ്ടല്ലോ, മറ്റേ ആൾ ഇന്നതൊക്കെ, അയാൾക്കിപ്പോൾ ക്യാൻസർ ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നയാൾ വെജിറ്റേറിയനാണ്, നോൺ വെജ് കഴിക്കാറില്ല, മറ്റ് ഒന്നും ഉപയോഗിക്കാറില്ല, സ്മോക്ക് ചെയ്യാറില്ല, ആൽക്കഹോൾ കഴിക്കാറില്ല, എന്നിട്ട് അയാൾക്ക് ക്യാൻസർ വന്നില്ലേ? ഇത് രോഗികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഭക്ഷണം മാത്രമല്ല ക്യാൻസറിന് കാരണം, നമ്മുടെ ജനിതക ഘടകങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ, പല ഘടകങ്ങളും ഇതിലുണ്ട്. അത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ആർക്ക് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്തരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇപ്പോൾ സ്മോക്കിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, ആൽക്കഹോൾ, ഇതേപോലെ കരിച്ച ഭക്ഷണങ്ങൾ ക്യാൻസറസ് കാര്യങ്ങളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അത്തരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ അഡ്വൈസ് കൊടുക്കാനുള്ളത്. ഈ അഡ്വൈസ് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ താഴെ ആളുകളൊന്ന് കമൻറ്റ് ചെയ്യും, ഇതൊക്കെ അങ്ങനെയൊക്കെ ഡോക്ടർമാർ പലതും പറയും, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ പലപ്പോഴും ആളുകൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ കമൻറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ആ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻസറസ് ആയിട്ടുള്ളൊരു ജീന് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ വരാതിരിക്കുക എന്നുള്ളതാണല്ലോ. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളും അഡ്വൈസുകളും നമ്മൾ പറയുന്നത്. നമ്മൾ ശ്വാസകോശ ക്യാൻസറിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ
അവിടെ പ്രധാനമായിട്ട് വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ശ്വാസകോശ ക്യാൻസർ ഇന്ന് ഇന്ത്യയിൽ വളരെയധികം കൂടി വരുന്ന ക്യാൻസറുകളാണ് പൾമനറി, നമുക്ക് അഡിനോ കാർസിനോമ പോലെയൊക്കെയുള്ള ലങ്ങിലുണ്ടാകുന്ന ക്യാൻസറുകൾ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താതെയുള്ള ചുമ. ഇപ്പോൾ പല ആളുകളും, എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്ന് അവരൊരു 3 മാസമായിട്ട് അവർക്ക് കഫാണ്. അവർ പല ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് മാത്രമല്ല അവർക്ക് ഒരു സ്ഥായിയായിട്ടുള്ളൊരു കുറവ് വരുന്നില്ല. അവർ സ്മോക്കിംഗ് ഒന്നുമില്ല, പക്ഷേ ഡോക്ടർ പറഞ്ഞു കോവിഡിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് സിംറ്റാണ്. പിന്നെ ഞാൻ അവരുടെ കേസ് എടുത്തപ്പോഴാണ് അവർക്ക് ഫാമിലി ഹിസ്റ്ററിയിലൊരു ട്യൂമറിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ജസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നി. അങ്ങനെ സസ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു CT സ്കാനിലേക്ക് വിടുന്നത്. ഒരു ചെസ്റ്റിൻ്റെ CT സ്കാൻ ചെയ്തപ്പോഴാണ് ഒരു ക്യാൻസറിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് അവർക്കെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ക്രോണിക് കഫ് വിട്ടുമാറാത്ത ചുമ തന്നെയാണ്, വേറെ ലക്ഷണങ്ങളൊന്നും അവർക്കില്ല. പിന്നെ വരാവുന്നത് നമുക്ക് ബ്ലഡിലുണ്ടാകുന്ന സ്പ്യൂട്ട, നമ്മുടെ കഫത്തിലുണ്ടാകുന്ന ബ്ലഡ്, തുപ്പുമ്പോഴോ ചുമക്കുമ്പോഴൊക്കെ കഫത്തിലുണ്ടാകുന്ന ബ്ലഡ് ഒരു സിംറ്റമാണ്. പിന്നെ നമ്മൾ എല്ലാ ക്യാൻസറിലും പറയുന്ന പോലെ തന്നെ ശരീരം മെലിയുന്ന അവസ്ഥ, പിന്നെ നമ്മൾ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സായിട്ട് അവരുപയോഗിച്ചിരുന്ന സ്മോക്കിങ്ങോ ഇത്തരം കാര്യങ്ങൾ അവരുപയോഗിച്ചിരുന്ന നമുക്ക് ഏറെ സസ്പെക്ട് ചെയ്യണം. ശ്വാസമുട്ടൽ മാറാത്ത അവസ്ഥ, ശ്വാസമുട്ടൽ മാത്രമായിട്ടുള്ള അവസ്ഥ, ചെസ്റ്റ് പെയിൻ വരാം, ചിലപ്പം ഭയങ്കരമായിട്ടുള്ള നെഞ്ചുവേദന, വിട്ടുമാറാത്ത നെഞ്ചുവേദന, ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമുക്ക് പ്രിലിമിനറായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ് ഈ ടൈറ്റ് ആയിട്ടുള്ള ഇന്നർവേഴ്സ്, ബ്രാസൊക്കെ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും. അത് ശരിയാണോ? അത് ശരിക്കൊരു ശരിയായ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ഇന്നർവേഴ്സ് ഉപയോഗിച്ചു വിചാരിച്ചിട്ട് ക്യാൻസർ വരാനുള്ള സാഹചര്യമൊന്നുമില്ല. പക്ഷേ അതിലിപ്പോൾ പറയുന്നത് ലിംഫാറ്റിക് ഡ്രൈനേജ് ബ്ലോക്കായിട്ട് നമ്മൾ ക്യാൻസർ വരാമെന്നൊക്കെ പറഞ്ഞ പല വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു മിത്തായിട്ട് തന്നെയാണ്, അത് ശരിക്കും ക്ലിയർ അല്ല. പിന്നെ അവർക്ക് ചിലപ്പോൾ വല്ല ഫംഗൽ ഇൻഫെക്ഷൻസോ ക്രോണിക് ഇൻഫ്ലമേഷൻസൊക്കെ വരാം, അല്ലെങ്കിൽ അലർജീസൊക്കെ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ടൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ബെറ്റർ ലൂസായിട്ടുള്ള ഇന്നർവേഴ്സ് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. നൈറ്റ് ടൈമിലൊക്കെ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴോ റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാം. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് മൂലം അത്തരം ക്യാൻസറുകൾക്ക് അതൊരു കാരണമാവും എന്നുള്ള ഇതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് എത്രയും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, ഇപ്പോൾ 35 വയസ്സല്ല അതിന് മുമ്പും ചെറിയ പ്രായത്തിൽ തന്നെ തടിപ്പും കാര്യങ്ങളായിട്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട്. നിർബന്ധമായിട്ടും എല്ലാ സ്ത്രീകളും ഒരു 30 വയസ്സ് പ്ലസ് ഉള്ള എല്ലാവരും അത് ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും കൃത്യമായിട്ട് സെൽഫായിട്ടൊന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. അവനവൻ്റെ ബ്രസ്റ്റിൽ നമ്മൾ തന്നെ കൈവച്ചിട്ട് പാൽപ്പേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പരിശോധിച്ച് ഫോളോ അപ്പ് എടുത്ത് പോകണം. അപ്പോൾ ഈ തടിപ്പ് സോഫ്റ്റായിട്ടുള്ള സ്വെല്ലിംഗ് ആണ്, തടിപ്പാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇളകുന്ന ടൈപ്പാണ്. എന്തെങ്കിലും വലിയ പ്രശ്നമില്ലാത്തൊരു തടിപ്പായിട്ട് തന്നെ കാണാം. ഇനി അത് ഹാർഡായിട്ടുള്ള ഒരു കട്ടിയുള്ള മുഴകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് വല്ല കയലവീക്കം, ഇവിടെ നമ്മളെ കക്ഷങ്ങളിലോ അതിന് ചുറ്റുപാടുമായിട്ട് വല്ല കയലവീക്കം ഉണ്ടോ എന്ന് സെൽഫായിട്ട് എക്സാമിൻ ചെയ്യാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിശോധനകൾ ചെയ്ത് ബയോപ്സി മറ്റും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെ, അതിലിപ്പോൾ മെയിനായിട്ട് തന്നെ സെൽഫ് എക്സാമിനേഷനിൽ നിപ്പിൾസിലുണ്ടാകുന്ന ഇൻവേർട്ടഡ് നിപ്പിൾസ്, ചിലപ്പോൾ ഉൾവലിയുന്ന സാഹചര്യങ്ങൾ വരാം. ചിലപ്പോൾ പ്യൂഡി ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ കളറിൽ വരുന്ന ബ്രസ്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചിലപ്പോൾ 2 ബ്രസ്റ്റുകളും അവർക്ക് സെൽഫ് എക്സാമിനേഷൻ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈ പൊക്കിയിട്ട് അവർക്ക് ജസ്റ്റ് മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് പരിശോധിക്കാം. അപ്പോൾ എന്തെങ്കിലും ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഒരു ലക്ഷണങ്ങളായിട്ട് അവർക്ക് കാണാവുന്നതാണ്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് സ്ത്രീകൾ ഇത് മറച്ചു വയ്ക്കും. എന്തെങ്കിലും തടിപ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് എത്രയും നേരത്തെ കണ്ടെത്തിയാൽ അത് ആ സ്റ്റേജിൽ തന്നെ നമുക്കത് അവിടെ റിമൂവ് ചെയ്തിട്ടോ മറ്റോ നമുക്ക് അതിൻ്റെ ഒരു ഫർദർ അഡ്വാൻസ്മെൻറ്റ് മറ്റ് ഓർഗനിലേക്ക് അത് എഫക്റ്റ് ചെയ്യുന്നു. ആ ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവിങ് നമുക്ക് സ്വയം ചെയ്യാവുന്നല്ലേ, ഏർലി ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. പലപ്പോഴും ഇത് കണ്ടെത്താതെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതെ, പലപ്പോഴും അത് വൈകിയാണ് എല്ലാം അത് കഴിഞ്ഞ് ബ്രസ്റ്റിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക്, ഒന്നില്ലെങ്കിൽ ലിവറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിബ്രയിലേക്കോ ഒക്കെ അത് പകർച്ച വന്ന് മെറ്റസ്റ്റാസിസ് വന്നിട്ട് ഉള്ളൊരു അവസ്ഥയിലാണ് പല ആളുകളും ചിലപ്പോൾ അത് പുറത്ത് തന്നെ പറയാനും. പലപ്പോഴും സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരൊരിക്കലും കൺസേൺ അല്ല. കുട്ടികളുടെ, ഫാമിലിയുടെ, ഹസ്ബൻഡിൻ്റെ, മക്കളുടെ എല്ലാത്തിലും ഇവർ നന്നായിട്ട് ഇൻവോൾവ്. ഇപ്പോൾ ഒരു ഫാമിലിയെ കൊണ്ടെടുക്കുന്നത് പലപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ എല്ലാവരും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ബാക്കി എല്ലാവരും നോക്കും.
പക്ഷേ സ്വന്തം ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ പലപ്പോഴും ഉള്ളിൽ ഒതുക്കിയിട്ട് പറയില്ലത്. ഈവൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോലും പറയാത്ത സ്ത്രീകൾ പലപ്പോഴും വൈകി വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഞാൻ സ്വയം ഒരുങ്ങി തീരുക എന്ന് പറയുമല്ലോ, അവരെന്നെ സ്വയം ഒരുങ്ങി. പിന്നെ അവസാനം എല്ലാം പിടിവിടുമ്പോഴാണ് ഇത് പുറത്തേക്ക് എത്തുന്നതും, അല്ലെങ്കിൽ അപ്പോഴേക്കും ഇത് വൈകി പോയിട്ടുണ്ടാവും ഇത്തരം സാഹചര്യം. അപ്പോൾ അത് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത്, ഹെൽത്ത് ഇഷ്യൂസ് എന്തായിക്കോട്ടെ, ഇത് ക്യാൻസർ മാത്രമല്ല, അത് പ്രോപ്പർ ടൈമിൽ ട്രീറ്റ് ചെയ്യുക. പ്രോപ്പർ ടൈമിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ അത് പിന്നീട് ഭാവിയിൽ അതൊരു PID പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലെ, അല്ലെങ്കിൽ ഗർഭാശയത്തിലൊക്കെ നീർക്കെട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ പല സാഹചര്യത്തിലൂടെ ഇവർ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് നടക്കാതെ യഥാസമയത്ത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് ഷെയർ ചെയ്യാതെ പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മളൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നിപ്പിളിലുണ്ടാവുന്ന ഡിസ്ചാർജസ്, അത് ബ്ലഡി ഡിസ്ചാർജിലെ ബ്ലഡ് പോലെയുള്ള രക്തം പോലെയുള്ള, അല്ലെങ്കിൽ വെള്ള കളർ ഡിസ്ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതൊരു എമർജൻസി തന്നെയാണ്. അത് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ, ലാബ് ടെസ്റ്റ് മറ്റും ചെയ്യേണ്ട ഒരു അതെ. അതിലിപ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ ബ്രസ്റ്റിലുണ്ടാവുന്ന ചില ഡിസ്ചാർജുകൾ, ഇപ്പോൾ നമ്മൾ പാല് വരുന്ന അവസ്ഥ, ഇപ്പോൾ ചില സ്ത്രീകളിൽ ലാക്ടേറ്റിംഗ് അല്ലാത്ത, ഇപ്പോൾ പ്രസവാനന്തരമോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്തല്ലാത്ത സ്ത്രീകളിൽ മുലപ്പാൽ വരുന്നുണ്ടെങ്കിൽ പ്രൊലാക്റ്റിൻ നല്ലൊരു ഹോർമോൺ അവർ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ അതൊരു ബ്രെയിൻ ട്യൂമറിൻ്റെ ബ്രെയിനിലുണ്ടാകുന്ന പിറ്റ്യൂട്ടറി അഡിനോമ പോലത്തെ കണ്ടീഷനുകളുടെ ഒരു പ്രിലിമിനറി ലക്ഷണങ്ങളായിരിക്കും അത്. അപ്പോൾ അതൊരു പാലല്ലേ, അത് കുഴപ്പമില്ലാതെ പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് എന്നിട്ട് അവസാനം ഒരു തലച്ചോറിലെ മുഴകൾ വളരുകയും, ചിലപ്പം അതൊരു ചെറിയ സർജറി ചെയ്താലോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പറയാമല്ലോ, ഒരു മുള്ളു കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരുന്നൊരവസ്ഥ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ശരീരം ശരിക്ക് ഏതൊരു അസുഖങ്ങളാണെങ്കിലും കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ മുൻകൂട്ടി പലപ്പോഴും കാണിക്കും. നമ്മളത് തിരിച്ചറിയാന്നുള്ളിടത്താണ് നമ്മുടെ ഒരു അസുഖത്തെ നമ്മൾ പിടിച്ച സമയത്ത് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കേണ്ട ഏറ്റവും വലിയ സൂചനകൾ ശരീരം തരുമ്പോൾ കൃത്യമായിട്ട് അത് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് ലേഡീസിന് മാത്രമാണോ വരിക, അതോ ജെൻസിന് ബ്രസ്റ്റ് ക്യാൻസർ വരുമോ? അത് സാധാരണ ചോദിക്കുന്നതാണ്, ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രമാണോ അതോ പുരുഷന്മാർക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ സാധാരണ പുരുഷന്മാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം, പക്ഷേ കൂടുതൽ നമുക്ക് ഒരു അളവ് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ് കൂടുതൽ, എന്നാലും പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാവുന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു ക്യാൻസറാണ് ആമാശയത്തിലും, അതുപോലെ തന്നെ ഈ കുടലിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ, അതേപോലെ മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത്? ഈ കോളോറക്ടൽ ക്യാൻസർ എന്ന് വളരെയധികം ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. പലപ്പോഴും രോഗികൾ അതിലെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം മെലിയുന്ന രോഗാവസ്ഥ വരാം, പിന്നെ മലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ ബ്ലീഡിങ്, വിട്ടുമാറാത്ത ബ്ലീഡിങ് പലപ്പോഴും പൈൽസാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുറേ കാലങ്ങൾ കൊണ്ടുപോകും. പിന്നെ ആയിരിക്കും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്തിട്ട് കോളോറക്ടൽ ക്യാൻസറോ അല്ലെങ്കിൽ റക്ടൽ ക്യാൻസറോ ആണോ എന്നുള്ളത് തിരിച്ചറിയാം. പിന്നീട് വരാവുന്നതാണ് നമ്മൾ ഈ മലത്തിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന മാറ്റം. പെൻസിൽ പോകുന്ന പോലെ, പെൻസിലിൻ്റെ അത്ര കട്ടിയിൽ നേർത്ത് മലം പോകുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം, എവിടെയോ ഒരു ബ്ലോക്ക് ഒബ്സ്ട്രക്ഷനോ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കോളോറക്ടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായേക്കാം. അത് പല ആളുകളും തിരിച്ചറിയാറില്ല. അവർ അത് സാരമില്ല, എന്നിട്ട് എന്ത് ചെയ്യും, കുറേ നമ്മൾ മലം പോകാനുള്ള ഓവർ ദ കൗണ്ടർ മരുന്നുകൾ, ആയുർവേദമോ വേറെല്ലതോ മറ്റേ മരുന്നുകളൊക്കെ ആയിട്ട് അവർ വാങ്ങിച്ച് കഴിക്കും. ചിലപ്പോൾ വല്ല പച്ചമരുന്നുകൾ കഴിക്കും. പക്ഷേ അത് ചില ആളുകൾക്ക് ചെല്ലുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും, അത് ചിലപ്പോൾ മാസങ്ങളോളം അത് തുടരും. പിന്നെ മലം പോകാത്തൊരവസ്ഥ സ്റ്റക്കാവുമ്പോഴാണ് പിന്നെ ഓടി ഡോക്ടറെ അടുത്ത് എത്തുന്നതോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വിധേയരാകുന്നത്. അപ്പോൾ അത് ആ കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതും കണ്ടെത്തുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ വിട്ടുമാറാത്ത വയറുവേദനകൾ, അതുപോലെ ഛർദി, അസഹനീയമായിട്ടുള്ള ക്ഷീണം. നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം ആളുകളിൽ അനീമിക് ആയിരിക്കും, ഒരു ബ്ലഡ് കുറയാനുള്ള സാഹചര്യമുണ്ട്, HB കുറയും. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും കിതപ്പും ഒക്കെ അവർക്ക് കാണാറുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ലിവർ ക്യാൻസറിനും, അവർക്ക് ഇതേ സിംറ്റംസ് തന്നെയാണ് അധികം വരിക. അധികം അവർക്ക് ഉണ്ടാകുന്ന ക്ഷീണമായിരിക്കും. പിന്നെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന മഞ്ഞ കളർ, ചിലപ്പോൾ ബിൽറൂബിനൊക്കെ മാറ്റം വരാം. പിന്നെ അതുപോലെ അസൈറ്റിസ്, വയറിലുണ്ടാകുന്ന നീർക്കെട്ടുകളൊക്കെ വരാം. ഇത്തരം കാര്യങ്ങളും, അതുപോലെ മലബന്ധം, വിട്ടുമാറാത്ത മലബന്ധം, അതൊക്കെ അല്ലെങ്കിൽ മലബന്ധം ഡയറിയ മാറി മാറി വരുന്ന അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇത്തരം കോളോറക്ടൽ ക്യാൻസർ, ലിവർ ക്യാൻസറിൻ്റെ ഒക്കെ ലക്ഷണങ്ങളാണ്. ഇതിലൊക്കെ ബേസിക്കലി നമുക്കറിയാം വെയിറ്റ് വരുന്നത് കുറയും. ഇത്തരം ക്യാൻസറുള്ള ആളുകളിൽ നല്ലൊരു ശതമാനം വെയിറ്റ് ലോസ് സാധാരണ കാണാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം സിംറ്റംസ് കാണുമ്പോൾ തന്നെ
നമ്മളത് ഷുഗർ കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു നിൽക്കാതെ ഇത്തരം ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞു പൈൽസിൻ്റെ ബ്ലീഡിങ് വരാം, അതേപോലെ തന്നെ കോളോറക്ടൽ ക്യാൻസറിലും ബ്ലീഡിങ് വരാം. ഇപ്പോൾ ഈ രണ്ട് ബ്ലീഡിങ്ങും എങ്ങനെയാണ് അത് ഡിഫറൻഷ്യേറ്റ്? അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൈൽസിൻ്റെതാകുമ്പോൾ പൈൽസിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ ഉണ്ടാവും, തടിപ്പ് വരാം അതുപോലെ. പക്ഷേ അങ്ങനെയൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിലും നമ്മളൊരു കൊളോണോസ്കോപ്പിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് മലാശയത്തിലൂടെ നമ്മൾ ക്യാമറ കയറ്റിയിട്ടുള്ള ടെസ്റ്റാണ് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി കൊളോസ്കോപ്പിക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആ രോഗിയെ. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഡയഗ്നോസ് ചെയ്യുക, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആ ഇൻവെസ്റ്റിഗേഷൻ വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ സിംറ്റംസ് വഴി ഉപരി നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് ശക്തമായിട്ടുള്ള ക്ഷീണം വരുന്നു, ഇത് മറ്റു മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പൈൽസിൻ്റെ നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ പൈൽസ് കാണുന്നില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രോഗിയെ ഒരു കൊളോസ്കോപ്പിക് ഇൻവെസ്റ്റിഗേഷൻ വിധേയമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിൽ അഭികാമ്യമായിട്ടുള്ളത്. പിന്നെ മറ്റ് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത് ഈ മൊബൈൽ ഫോൺ അങ്ങനത്തെ റേഡിയേഷൻസ് ഒക്കെ ക്യാൻസർ ഉണ്ടാക്കും, അത് ശരിയാണോ? മൊബൈൽ ഫോണിൻ്റെ ഒക്കെ നമുക്ക് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അത്തരം വേവുകളൊക്കെ ക്യാൻസറസ് ആകും എന്നുള്ള പഠനങ്ങളൊന്നുമില്ല. കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ വരും, അല്ലെങ്കിൽ അതൊരു ക്യാൻസറസ് കാരണങ്ങളിൽ പെട്ടതാണെന്നൊക്കെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് ശരിയല്ല. അങ്ങനത്തെ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നത് മൂലം ക്യാൻസർ ഉണ്ടായി എന്നുള്ള പഠനങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും ഇന്ന് ഇതുവരെ എവിടെയും പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ക്യാൻസർ പകർച്ചവ്യാധിയാണോ, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇത് പകരും? അതെ, ഏറ്റവും നമ്മൾ പല ആളുകളും അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർക്ക് ചോദിക്കാറുണ്ട്, അടുത്ത് ആ ക്യാൻസർ പകരുമോ, അല്ലെങ്കിൽ ക്യാൻസർ പകരുമോ, അല്ലെങ്കിൽ അവർക്ക് ബ്രെയിൻ ട്യൂമറാണത് പകരുമോ എന്നല്ല. അപ്പോൾ ഒരിക്കലും ക്യാൻസർ കണ്ടേജിയസ് അല്ല, പകർച്ചവ്യാധിയല്ല, പക്ഷെ പാരമ്പര്യമായിട്ട് വരാം. പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഈ ക്യാൻസറസ് റിസ്ക് നമ്മൾ പറയുമ്പോൾ പാരമ്പര്യ ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ക്യാൻസറസ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലിവർ ക്യാൻസർ ഉള്ള ഫാമിലിയിലുള്ള ഒരാളാണെങ്കിൽ അയാൾ ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ വർഷത്തിലൊരിക്കലെങ്കിലും അയാളൊന്ന് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിൽ ഇത്തരം ക്യാൻസറസ് ആയിട്ട് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ടെസ്റ്റുകളോ കാര്യങ്ങളോ ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യണത് എപ്പോഴും അത് സേഫാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ സിംറ്റംസൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാനും ആ രോഗിയോട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടേജിയസ് അല്ല, പകർച്ചവ്യാധിയല്ല, പക്ഷേ പാരമ്പര്യമാവാം. പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനുള്ളൊരു മോണിറ്ററിങ് പാരമ്പര്യമായിട്ട് നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കാൻ ഒരു അവെയറായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഹോമിയോപ്പതി ചികിത്സയിൽ ക്യാൻസറിന് നമ്മൾ എത്രത്തോളം സാധ്യതകളുണ്ട്? ഹോമിയോപ്പതിക് ചികിത്സയിൽ നമുക്ക് പലപ്പോഴും ചില പാലിയേറ്റീവ് കേസുകളിൽ ഇപ്പോൾ ഹോമിയോപ്പതി ശരിക്ക് ഒരു പാലിയേറ്റീവ് ഒരു ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ചിലാണ് ശരിക്കും ഏറ്റവും ഇതിൽ കൊടുക്കാൻ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സേഫായിട്ട് പലപ്പോഴും ഈ പേഷ്യൻറ്റിൻ്റെ കോമോർബിഡിറ്റിയുള്ള പേഷ്യൻറ്റ്, നമുക്ക് ഭയങ്കരമായിട്ട് പ്രായ കൂടുതലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവർക്ക് മറ്റു ട്രീറ്റ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ്, ഒരു കീമോ പോലത്തെ റേഡിയേഷൻ പോലത്തെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള രോഗികൾ, ഇവർക്കൊക്കെ നമുക്ക് ഹോമിയോപ്പതി ശരിക്കും സപ്പോർട്ടീവായിട്ടൊരു പാലിയേറ്റീവ് കെയറിൽ ഹോമിയോപ്പതി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ ഇവരുടെ മെൻ്റൽ ഇഷ്യൂസ്, ഇപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസ് അനുഭവിക്കുന്ന ഒരു ഫിയർ ഓഫ് ഡെത്ത്, മാനസികമായിട്ട് അവരുടെ ഒരു മരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ രോഗത്തെക്കുറിച്ചുള്ള ഒരു ആദി, ഇത്തരം മെൻ്റൽ പ്ലെയിനിൽ ഹോമിയോപ്പതി വളരെ വണ്ടർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം അവർക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെയും അതുപോലെ ഈ ശാരീരിക പ്രശ്നങ്ങളോടൊപ്പം അവരനുഭവിക്കുന്ന ഈ ട്രോമയൊക്കെ ഓവർകം ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ഹോമിയോപ്പതി മെഡിസിൻസ് വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇവരുടെ പെയിൻ മാനേജ്മെൻറ്റിൽ പലപ്പോഴും ചില മോർഫിൻ പോലെ അല്ലെങ്കിൽ ഭയങ്കര കടുത്ത വേദന സംഹാരികൾ കൊടുത്തിട്ട് പോലും മാറാത്ത പല ക്യാൻസർ പേഷ്യൻസിൻ്റെയും വേദനകൾ ഹോമിയോപ്പതി ഔഷധം ഉപയോഗിച്ചിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു ഇൻറ്റഗ്രേറ്റീവായിട്ട് നമുക്ക് പലപ്പോഴും പല ട്രീറ്റ്മെൻറ്റിന് ഒരു അഡ്ജുവൻ തെറാപ്പി എന്നുള്ള രീതിയിൽ, ഒരു സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ, പിന്നെ ചില ക്യാൻസറുകളിൽ ട്യൂമേഴ്സൊക്കെ ഷ്രിങ്ക് ചെയ്യാനും ട്യൂമറിൻ്റെ വളർച്ച കുറക്കാനും, അല്ലെങ്കിൽ ട്യൂമർ ഇപ്പോൾ ചിലപ്പോൾ സർജറി ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയിലായിരിക്കും, തലച്ചോറിൽ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ ആ ഏരിയയിൽ ചിലപ്പോൾ അത് വളർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതോടുകൂടിയ പ്രശ്നം മരണത്തിലേക്കായിരിക്കും ആ രോഗി പോകുന്നത്. അപ്പോൾ ആ വളർച്ചയെ ചിലപ്പോൾ പിടിച്ചു നിർത്താനും അതിൻ്റെ സൈസ് ചുരുക്കാനും ഒക്കെ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് പലപ്പോഴും പറ്റാറുണ്ട്.
അപ്പോൾ അത് രോഗികളും ആ ഡോക്ടറാണ് കറക്റ്റായിട്ട് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും മറ്റൊരു ട്രീറ്റ്മെൻറ്റ് നിർത്തിയിട്ട് ഇതിലേക്ക് വരിക എന്നുള്ളതിലുപരി ആ രോഗിക്ക് ഏതാണോ ബെറ്റർ, ചിലപ്പോൾ ഹോമിയോപ്പതി ചികിത്സയായിരിക്കും ആ രോഗിയുടെ നിലനിൽപ്പിനും അവരുടെ പ്രയാസങ്ങൾ കുറക്കാനും ഉപകരിക്കുന്നത്. ചിലപ്പോൾ ചില ഏർലി കണ്ടെത്തിയ ക്യാൻസർ ചിലപ്പോൾ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത് സർജിക്കലി റിമൂവ് ചെയ്തിട്ട് ചിലപ്പോൾ അതിൻ്റെ മെറ്റസ്റ്റാസിസ്, അതിൻ്റെ പകർച്ച വരാതിരിക്കാനും മറ്റു ഭാഗങ്ങളിലേക്ക് അത് പകരാതിരിക്കാനും ഹോമിയോപ്പതി ചികിത്സ അവർക്ക് സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്തരം ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മാമോഗ്രാം, അതേപോലെ ബയോപ്സി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ഫർദറായിട്ട് അഡ്വാൻസ് ചെയ്യും എന്നുള്ളത്. അത് ശരിക്കും പല രോഗികളും മാമോഗ്രാമൊക്കെ അഡ്വൈസ് ചെയ്താൽ അവർക്ക് ചെയ്യാൻ മടിയാണ്, റേഡിയേഷനല്ലേ പ്രശ്നമാവില്ല എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും വളരെ നേർത്ത അളവിലുള്ള ഇതേ അതിൽ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു റേഡിയേഷൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് അത്ര മാത്രമേ അതിലൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതൊരിക്കലും അത് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് സമയബന്ധിതമായിട്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ടെസ്റ്റുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ആ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആ രോഗിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഇപ്പോൾ ചില രോഗികൾ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ബെഡ് റിഡനായിട്ട് മരണാസന്നനായി കിടക്കുന്ന രോഗിയായിരിക്കും ഈ മരുന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, രോഗികളും ബന്ധുക്കളും ചിന്തിക്കേണ്ടത് ഈ ഒരു അസുഖത്തെ പിടിച്ചു നിർത്തുന്ന ജീവൻ രക്ഷാ മരുന്നുകളായിരിക്കാം ചിലപ്പോൾ അത്, അല്ലെങ്കിൽ അത് അപ്പോഴത്തെ സൈഡ് എഫക്റ്റ് നോക്കിയിട്ടല്ല നമ്മൾ നിൽക്കുക. ആ രോഗിയെ ആ ജീവൻ രക്ഷിച്ച് നിലനിർത്താൻ കുറച്ച് ദിവസങ്ങൾ അവർക്ക് മുന്നോട്ട് പോകാനും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ മരുന്നുകൾ നൽകുന്നത്. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് അതിനെ തിങ്ക് ചെയ്യാനും ആ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ സ്വീകരിക്കാനും അതിനനുസരിച്ച് മരുന്നുകൾ സ്വീകരിക്കാനും രോഗി തയ്യാറാവുക എന്നുള്ളതാണ് ഇത്തരം ക്രോണിക് അസുഖങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചിട്ടുള്ളത് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള മിത്തുകളും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി വാണിയമ്പലം. താങ്ക് യു.